അപ്പോൾ സിനിമയെക്കുറിച്ച് പറയാം. കള്ളങ്കാവൽ സൈക്കോത്തരം മാത്രം കാണിക്കുന്ന ആ ഒരു മമ്മൂട്ടിൻ്റെ ക്യാരക്ടർ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നും തിയേറ്ററിൽ ഒച്ചയും ബഹളം കേട്ട് എനിക്ക് മനസ്സിലായി. പിന്നെ വിനായകൻ്റെ ക്യാരക്ടറും അത്ര പിറകിലൊന്നുമല്ല. രണ്ടാളും ഈ സിനിമയിൽ നല്ല പൂണ്ട് വിളയാടിയിട്ടും ഈ ഒരു ക്യാറാണ് പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. എല്ലാ സീനിലും ഞാനതിനെ നോക്കിക്കൊണ്ടിരുന്നു. സിനിമയുടെ ഇൻട്രോൾ പറ്റി വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പോരാത്തിന് അതിൻ്റെ ഒപ്പം കൊടുത്ത ബീജം വളരെ നന്നായിരുന്നു. അങ്ങനെ ഇൻ്റർവെല്ലിൽ നിന്നിരിക്കുന്ന നേരം അനിയന് ഒരു പേഴ്സ് വീണ് കിട്ടി. കഴിഞ്ഞ ഷോയിൽ ഇരുന്ന ആരെങ്കിലും പേഴ്സായിരിക്കും ഇത്. എന്തായാലും സിനിമ കഴിഞ്ഞ് അത് ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. വിനായകൻ്റെയും മമ്മൂക്കയുടെയും പൂണ്ട് വിളയാട്ടമാണ് സിനിമ എന്ന് പറഞ്ഞല്ലോ. അവസാനം എൻ്റെ മൈൻഡിൽ ഇല്ലാത്തുള്ള പ്രൊട്ടഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും ആരാന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായത്. രണ്ടെണ്ണം കാട്ട് സൈക്കോ. അങ്ങനെ സിനിമ കഴിഞ്ഞ് നേരെ നമ്മൾ വടകര പോലീസ് സ്റ്റേഷനിൽ പോയി കളഞ്ഞു കിട്ടിയ ആ പേഴ്സും അതിൻ്റെ അകത്തുള്ള ഡോക്യുമെൻറ്റ്സെല്ലാം അവിടെ ഏൽപ്പിച്ചു. ഒറ്റ നോട്ടത്തിൽ ആ പേഴ്സ് നോക്കി ആ പോലീസുകാരൻ പറഞ്ഞു ഇതൊരു പോക്കറ്റ് അടി പോയ പേഴ്സാണ്, ശരിയായ ഓണർക്ക് അത് തിരിച്ചേൽപ്പിക്കാമെന്നും പറഞ്ഞു.